ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി ദോശ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഇപ്പം ബിഗ് ബോസിലോട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കാരമൽ ദോശ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതേനു, പക്ഷേ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കാരമൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം എന്ന് പറയുന്നത് ദോശമാവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരി ഉഴുന്നൊക്കെ ചേർത്തിട്ട് നമ്മൾ നോർമൽ ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാവില്ലേ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാരമൽ ദോശ എന്ന് പറയുന്നത് രണ്ട് രീതിക്ക് ഉണ്ടാക്കും. ഒന്ന് നമ്മുടെ ഈ ഒരു മാവ് വെച്ചിട്ടും, രണ്ടാമത് നമ്മുടെ കാരമൽ വീറ്റ് ദോശ, അതായത് നമ്മൾ ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിക്ക് തന്നെ ആ മാവ് വെച്ചിട്ട് കാരമൽ ദോശ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് കൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ പാൻ ചൂടായ സമയത്ത് നമ്മുടെ നോർമൽ ദോശയൊക്കെ ചുറ്റിച്ചെടുക്കുന്ന പോലെ കുറച്ച് നേരിയതായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഈ ദോശ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ടാക്കുമല്ലോ, ഒന്ന് ചെറിയ സൈസിലും ഉണ്ടാക്കും, നല്ല നേരിയതായിട്ടുണ്ടാക്കും. അപ്പോൾ കാരമൽ ദോശ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല നേരിയതാക്കിയിട്ട് തന്നെ ചുറ്റിച്ചെടുക്കുമ്പോഴാണ് നല്ല കാരമലായി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടി എന്ന് പറയുന്നത് ദോശ ഇതുപോലെ ചുറ്റിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈമിൽ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ആറി വരുന്നതിന് മുന്നേ ആയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ഇവിടെ കുറച്ച് ഇട്ട് കൊടുക്കുക. അത് എല്ലാ സൈഡിലും ഒരേ രീതിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എങ്കിലേ കാരമലായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ RKGയോ മിൽമയുടെ നെയ്യോ അങ്ങനത്തെ ഏതെങ്കിലും നല്ല നെയ്യ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഓയിൽ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചേർക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഒരു നെയ്യും പഞ്ചസാരയും ഒക്കെ കൂടി ചേർന്നിട്ട് രണ്ടും കൂടി കാരമലായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും അത്യാവശ്യം നല്ല കളറ് മാറി വരണം കേട്ടോ, ബ്രൗൺ കളറായി വരണം. എങ്കിലേ ശരിക്കും കാരമലായി വരുള്ളൂ, എങ്കിലേ ടേസ്റ്റും ഉണ്ടാവുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരക്കൂട്ടിയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എടുക്കുക. 2-3 തവണ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കാണ് അത്യാവശ്യം നന്നായിട്ട് കളറ് മാറി വരും കേട്ടോ. നല്ലപോലെ കളറ് മാറി വരുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ട്, ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രക്ക് കളറ് മാറണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും പെട്ടെന്ന് തന്നെ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാരമലായിട്ട് വരുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് കാരമലിൻ്റെ കളറ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാവുമ്പോൾ ഞാനിത് എടുക്കുകയാണ്. എൻ്റെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം കാരമലാക്കി എടുക്കുന്നോ അത്രത്തോളം എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ അത്യാവശ്യം നല്ല ക്രിസ്പി ആക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ കാരമൽ വീറ്റ് ദോശ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ നോർമലി നമ്മൾ ഗോതമ്പ് ദോശക്കുള്ള മാവ് കലക്കുമല്ലോ, ആ ഒരു മാവ് കലക്കിയിട്ട് അത് ഇതുപോലെ ചുറ്റിച്ചിട്ട് സെയിം പ്രോസസ് തന്നെ ചെയ്താൽ മതി കേട്ടോ. പഞ്ചസാര നെയ്യൊക്കെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക, കളർ മാറി വരുന്നവരെ. പക്ഷേ ആ ഒരു ദോശ ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ ഓവർ വലുപ്പത്തിൽ ചുറ്റിച്ചെടുക്കണ്ട കേട്ടോ, ക്രിസ്പി ആക്കി എടുക്കണ്ട. കുറച്ചൊരു സോഫ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് അത് ടേസ്റ്റ്. അതായത് കുഞ്ഞു കുഞ്ഞു ദോശ ചുട്ടെടുത്താൽ മതി, അതാണ് നല്ല ടേസ്റ്റ്. ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ദോശ ട്രൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്